Hi, hello, this is from Allegra Space and I welcome everyone to my YouTube channel. അപ്പോൾ മറ്റൊരു റെസിപ്പി കൂടി ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അത് എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു വീഡിയോ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ അറിയാം, എങ്കിലും പൊതുവെ കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ് എത്ര നന്നായിട്ട് ട്രൈ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് വന്നിട്ടില്ല എന്നതാണ്. അങ്ങനെയുള്ളവർ ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നന്നായി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം 2 പോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്യുക. ഇനി നന്നായി ഇളക്കുക. ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളർ ഒന്ന് മാറി വരും, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 6 എണ്ണം നെടുകെ കീറിയതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് വളരെ കുറച്ച് വേണ്ടവർ അതനുസരിച്ച് ഗ്രീൻ ചില്ലി ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഗ്രീൻ ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട്. നന്നായിട്ടിത് മുളകും വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. സവാള വളരെ കട്ടി കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കോഴിമുട്ടയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ചെറുതാണെങ്കിൽ 3 സവാള അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനോടൊപ്പം ചേർക്കുക. നന്നായി ഇളക്കുക. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക. ഇനി കുറച്ച് കറി ലീഫ് കൂടെ ആഡ് ചെയ്യാം. നന്നായി ഇളക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. നന്നായിട്ട് സവാള കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ചതച്ച് ചേർക്കാം, ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ജീരകം ഇതുപോലെ തന്നെ റോ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നന്നായി ഇളക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്തു. നന്നായി ഇളക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെ കളർ അതൊന്ന് മാറി വരണം, ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിളക്കാം. അപ്പോൾ നല്ല വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 1 എണ്ണം മതിയാകും. ചെറുതാണെങ്കിൽ 2 ടൊമാറ്റോ മതിയാകും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറുതായി സ്ലൈസ് ചെയ്യുക. ശേഷം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളപ്പിക്കണം, വെട്ടി തിളപ്പിക്കണം. ഓക്കെ, മാത്രമല്ല നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വരണം. അതുപോലെ തന്നെ ഈ ഒരു പാനിൻ്റെ മുകൾ ഭാഗത്തായി എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വരും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ തെളിഞ്ഞ് വന്നിട്ടില്ല, അതുപോലെ തന്നെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു, ഈ ഒരു അവസ്ഥയാണെങ്കിൽ ചൂടുവെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എണ്ണ ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞു വരണം. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വീണ്ടും ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മതിയാകും. ഇത്രയും പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഗ്രേവിയുടെ കളറൊക്കെ മാറി നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം.
1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായും വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.